കടൽ മണൽ ഖനന നീക്കത്തിനെതിരെ മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത തീരദേശ ഹർത്താൽ കൊല്ലം ജില്ലയിലെ മത്സ്യബന്ധന മേഖലയെ നിശ്ചലമാക്കി. കട്ടമരങ്ങൾ, വള്ളങ്ങൾ തുടങ്ങിയ പരമ്പരാഗത യാനങ്ങളും ട്രോളിംഗ് ബോട്ടുകളും മത്സ്യബന്ധനത്തിന് പോയില്ല. അതേസമയം തീരദേശ പാതകളിലെ ഗതാഗതത്തിന് തടസ്സമില്ല. കടകളും തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. പോർട്ട് കൊല്ലം, വാടി, തങ്കശ്ശേരി ഫിഷ് ലാൻഡിംഗ് സെന്ററുകൾക്ക് സമീപം കടലിൽ പോകാതെ കെട്ടിയിട്ടിരിക്കുന്ന ബോട്ടുകളുടെ നീണ്ട നിര കാണാം. വഴിയോരത്ത് മത്സ്യവ്യാപാരം നടത്തുന്നവരും ഹർത്താലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇന്ന് വ്യാപാരം നടത്തിയിട്ടില്ല. ട്രോളിംഗ് ബോട്ടുകൾ അടുക്കുന്ന ശക്തികുളങ്ങര, നീണ്ടകര ഹാർബറുകളിലും സമാന സ്ഥിതിയാണ്. കടൽമണൽ ഖനനം മത്സ്യസമ്പത്തിനെ നശിപ്പിക്കുമെന്ന ആശങ്ക മത്സ്യത്തൊഴിലാളികൾ പങ്കുവച്ചു. നമുക്ക് ഇവിടെ മത്സ്യം സമ്പത്ത് കുറഞ്ഞിട്ടിരിക്കുക. ഇവിടെ ഈ മണലും കൂടി എടുക്കുമ്പോൾ കടലിന്റെ ഈ സമ്പത്ത് പോകും. കാരണം ഈ ചേറ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ മണ്ണ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ മത്സ്യങ്ങൾ വന്നെത്താൻ തങ്ങ സാഹചര്യം മോശമാണ്. അപ്പൊ തന്നെ മാസങ്ങളൊക്കെ ആയി പണിക്കൊക്കെ പോകാനൊക്കെ ഇരുന്ന് പണികളൊക്കെ മോശം വന്നു. ഇപ്പൊ പോകുന്നത് കടന്ന് 40-45-50 കിലോമീറ്ററിലൊക്കെ പോയിട്ടാണ് വില 500 രൂപ കിട്ടുന്നത്. അത് കിട്ടിയില്ലെങ്കിൽ ഇല്ല. ഈ എണ്ണയും ചെലവാക്കിയൊക്കെ പോയി കഴിഞ്ഞാൽ ഈ മണൽ എടുക്കുന്നെന്ന് പറഞ്ഞത്, ഈ മണ്ണ് കിടക്കുന്ന പറഞ്ഞത് ഈ ചേറിന്റെ 5 മാർ താഴ്ചയ്ക്കാണ് മണ്ണ് കിടക്കുന്നത്. ഈ ചേറ് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ മണ്ണും എടുത്തു കഴിഞ്ഞാൽ പിന്നെ മീനുകൾ അതേ സമയങ്ങളിൽ വരുന്ന നാളുകളാണെങ്കിൽ പണികളൊക്കെ ഇങ്ങനെ സ്തംഭിക്കുന്നുണ്ട്. ഇങ്ങനെ പിന്നെ ഇവരിങ്ങനെ ചെയ്യുന്നത് എന്താണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. ഹർത്താളിങ്ങനെ പൂർണ്ണമായിട്ട് എല്ലാവരും ഒത്തൊരുമ തന്നെ എല്ലാവരും കിളവട്ടാകെ പണിമുടക്കിയിരിക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ പണികളൊന്നും ഇല്ല. പണികളൊന്നും അങ്ങനെ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പണികളൊന്നും ഈ മണലും കൂടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ കടപ്പുറം മൊത്തത്തിൽ സ്തംഭിക്കും.